Good morning students. Welcome back to our English class for 4th standard students. Okay? Students, in the last class we have completed the first lesson. What's the first lesson? The common man. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം നമ്മൾ ഓർക്കുന്നുണ്ടോ ചാപ്റ്റർ ഏകദേശം സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഇന്നത്തെ ദിവസം ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിലൂടെ നമുക്കൊന്ന് പോകാം. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 times എങ്കിലും ഈ ടെക്സ്റ്റ് വായിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിനകത്തെ ന്യൂ വേർഡ്സ് മീനിങ്സും, പിന്നെ ഇപ്പം ഞാൻ ഈ പാരഗ്രാഫ്സ് വൈസ് ആണ് പറയുന്നത്. ആ പാരഗ്രാഫുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. So please listen. The common man. Okay. Here are some cartoon pictures. The cartoon pictures on the. Then listen. Have you seen this man in a dhoti and a coat anywhere before? He is called the common man, a creation of one of the well-known and most admired cartoonists of India, R.K. Lakshman. Have you seen this man in a dhoti and a coat? ഈ പിക്ചറിൽ കാണുന്ന ധോത്തി കോട്ട് അല്ലേ, ധോത്തിയും കോട്ടും ഉള്ള ആളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹി ഈസ് കോൾഡ് ദ കോമൺ മാൻ. അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ പേരാണ് കോമൺ മാൻ, എ ക്രിയേഷൻ ഓഫ് വൺ ഓഫ് ദ വെൽ നോൺ. ഇതാരാണ് ക്രിയേറ്റ് ചെയ്തത്? ക്രിയേഷൻ മീൻസ് സൃഷ്ടി. അതായത് കോമൺ മാനെ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഹു ഈസ് R.K. ലക്ഷ്മൺ. നെക്സ്റ്റ് പാരഗ്രാഫ്. സിൻസ് ചൈൽഡ്ഹുഡ് ഐ ഡു നോട്ട് റിമെമ്പർ വാണ്ടിങ് ടു ഡു എനിത്തിങ് എൽസ് എക്സെപ്റ്റ് ഡ്രോ, സെഡ് R.K. ലക്ഷ്മൺ once. Born in Mysore in 1921, he was the youngest of 8 children. The little artist spent his time drawing and sketching. In his autobiography, The Tunnel of Time, he wrote, I drew objects that caught my eye outside the window of my room. The dry twigs, leaves and lizard-like creatures crawling about, the servant chopping firewood, and of course a number of crows in various poses on the rooftops. His favorite subject was crows. Okay, listen. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സിൻസ് ചൈൽഡ്ഹുഡ് ഐ ഡു നോട്ട് റിമെമ്പർ വാണ്ടിങ് ടു ഡു എനിത്തിങ് എൽസ് എക്സെപ്റ്റ് ഡ്രോ. അതായത് ഡ്രോയിങ് അല്ലാതെ, അതായത് വരയല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. സെഡ് R.K. ലക്ഷ്മൺ വൺസ്. ബോൺ ഇൻ മൈസൂർ. എവിടെയാണ് ജനിച്ചത്? മൈസൂർ. ഹി വാസ് ദ യങ്ങസ്റ്റ് ഓഫ് 8 children. 8 കുട്ടികളിൽ ഇളയവനായിരുന്നു R.K. ലക്ഷ്മൺ. The little artist spent his time drawing and sketching. Little artist, that means R.K. ലക്ഷ്മൺ ഡ്രോയിങ്ങിനും സ്കെച്ചിങ്ങിനും വേണ്ടിയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ ടണൽ ഓഫ് ടൈം. ഹി റോട്ട്, അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഐ ഡ്രോ ഒബ്ജെക്ട്സ് ദാറ്റ് കോട്ട് മൈ ഐ ഔട്ട്സൈഡ് ദ വിൻഡോ ഓഫ് മൈ റൂം. അതായത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതെല്ലാം എൻ്റെ സൃഷ്ടിയിൽ വരും. ദ ഡ്രൈ ട്വിഗ്സ്, ലീവ്സ് ആൻഡ് എന്തൊക്കെയാണ്? ഉണങ്ങിയ ഇലകൾ, ഉണങ്ങിയ ട്വിഗ്സ്, ലീവ്സ് മരച്ചില്ലകൾ, ലീവ്സ് ആൻഡ് ലിസാർഡ് ലൈക്ക് ചെറിയ ജീവികൾ, ലിസാർഡ് പോലുള്ള ചെറിയ ജീവികൾ, ആൻഡ് ക്രോളിംഗ് അബൌട്ട് ഇഴയുന്നത്. ദ സെർവൻറ്റ് ചോപ്പിംഗ് ഫയർവുഡ്. ഇതാണ് സെർവൻറ്റ്, അതായത് ആളുകൾ വിറക് ശേഖരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് എ നമ്പർ ഓഫ് ക്രോസ് ഇൻ വേരിയസ് പോസസ് ഓൺ ദ റൂഫ് ടോപ്സ്.
അതുതന്നെയല്ല ക്രോസ്, അതായത് കാക്കകൾ പല പോസിൽ അതായത് ക്രോസിൻ്റെ പല പോസസ് റൂഫ് ടോപ്സിലിരിക്കുന്നത്, അതായത് മേളിലിരിക്കുന്ന കാക്കയുടെ പല ഫോംസ് അല്ലെങ്കിൽ പല പോസസ് അദ്ദേഹം വരയ്ക്കുമായിരുന്നു. ഹിസ് ഫേവറേറ്റ് സബ്ജക്റ്റ് വാസ് ക്രോസ്. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്തായിരുന്നു? ക്രോസ് ആയിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. His sketches sometimes got him into trouble. There was once a time when he drew a funny cartoon of his father sitting in an armchair. His parents were not happy. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്കെച്ചസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സ് ചില അവസരങ്ങളിൽ അദ്ദേഹം വരയ്ക്കുന്നത് അദ്ദേഹത്തിനെ തന്നെ കുഴപ്പത്തിൽ വരുത്താനായിട്ട് സാധ്യതയുണ്ട്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? There was once a time when he drew a funny cartoon. ഒരു ദിവസം വരച്ച കാർട്ടൂണിനെ കുറിച്ചാണ്. എന്താണ് വരച്ചത്? ഓഫ് ഹിസ് ഫാദർ സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അദ്ദേഹത്തിൻ്റെ തന്നെ ഫാദർ ഒരു ആം ചെയറിൽ ഇരിക്കുന്ന ഒരു പിക്ചറാണ് വരച്ചത്. ഹിസ് പേരൻസ് വർ നോട്ട് ഹാപ്പി. പക്ഷേ ഇത് കണ്ട പേരൻസ്, ഫാദറിനും മദറിനും അത് അത്ര ഇഷ്ടമായില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പം സെൻറ്റൻസ് വൈസ് നിങ്ങൾ നോക്കുക. അപ്പം പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ദെൻ ലക്ഷ്മൺ യൂസ് ടു ഡ്രോ കാർട്ടൂൺസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ലക്ഷ്മൺ യൂസ് ടു ഡ്രോ കാർട്ടൂൺസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കാർട്ടൂൺസ് അദ്ദേഹം വരയ്ക്കുമായിരുന്നു. വൺസ് when he drew one of his teacher as a tiger cub, he was scolded, but he got a fair share of praise and encouragement as well. Another of his teachers once praised a drawing of a paper leaf and told him that he would be an artist one day. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കാർട്ടൂൺസ് വരയ്ക്കുമായിരുന്നു. വൺസ് വെൻ ഹി ഡ്രോ വൺ ഓഫ് ഹിസ് ടീച്ചർ. ഒരു ദിവസം അദ്ദേഹം വരച്ചത് ഒരു ടീച്ചറിനെ ആസ് എ ടൈഗർ കബ്. കബ് മീൻസ് കബ് എന്ന് പറയുന്നത് എന്താണ്? കബ് എന്ന് പറഞ്ഞാൽ യങ് വൺ ഓഫ് ടൈഗർ. ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളെ ആണ് എന്ത് പറയുന്നത്? കബ്. അപ്പോൾ ടൈഗറിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ടൈഗറിൻ്റെ മുഖത്തോടു കൂടി അല്ലെങ്കിൽ ടൈഗറിൻ്റെ ഷേപ്പിൽ ടീച്ചറിനെ വരയ്ക്കുകയുണ്ടായി. ഇത് കണ്ട് ടീച്ചർക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കഴിവല്ല ഉദ്ദേശിച്ചത്, ടീച്ചറിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഹി വാസ് സ്കോൾഡഡ്. എന്ത് ചെയ്തു? ടീച്ചർ ശഹാരിച്ചു. ബട്ട് ഹി ഗോട്ട് എ ഫെയർ ഷെയർ ഓഫ് പ്രൈസ്. പക്ഷേ ചില അവസരങ്ങളിൽ എൻകറേജ്മെൻറ്റ് ആസ് വെൽ. ചില അവസരങ്ങളിൽ എൻകറേജ്മെൻറ്റ്, അതായത് ഇനിയും വരയ്ക്കാൻ വേണ്ടി ഒരു ചില അവസരങ്ങളിൽ പ്രൈസ് മീൻസ് പുകഴ്ത്തൽ അല്ലെങ്കിൽ നല്ലതാണ് എന്നുള്ള പറച്ചിലും ചില അവസരങ്ങളിൽ കിട്ടാറുണ്ട്. അനദർ ഓഫ് ഹിസ് ടീച്ചർ, വേർ ടീച്ചർ വൺസ് പ്രൈസ്ഡ് എ ഡ്രോയിങ് ഓഫ് എ പീപ്പിൾ ലീഫ്. പീപ്പിൾ ആലില വരച്ചത് കണ്ട് ഒരു ദിവസം ഒരു ടീച്ചർ ഇത് കണ്ടിട്ട് വളരെ സന്തോഷമായി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹി വുഡ് ബി ആൻ ആർട്ടിസ്റ്റ് വൺ ഡേ. ഒരു ദിവസം നീ വലിയൊരു ആർട്ടിസ്റ്റ് ആകും എന്ന് അവനെ ബ്ലെസ് ചെയ്തു. Okay, then there were outings that offered many opportunities for drawing, for observing people and sketching them. There were outings that offered many opportunities for observing people. ആളുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ലിറ്റിൽ ലക്ഷ്മൺ യൂസ്ഡ് ടു സെറ്റ് ഔട്ട് to visit the crowded parts of Mysore. അതിനുവേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്ത് എവിടെയാണ്? ക്രൗഡഡ് പാർട്സ്. ക്രൗഡഡ് മീൻസ് എന്താണ്? ക്രൗഡഡ് മീൻസ് തിരക്കേറിയ ഭാഗങ്ങൾ. മൈസൂരിലെ തിരക്കേറിയ ആളുകളൊക്കെയുള്ള തിരക്കേറിയ ഭാഗങ്ങളായിരുന്നു അദ്ദേഹം സെലക്ട് ചെയ്തത്. വിത്ത് ഹിസ് പെൻസിൽ ആൻഡ് ഹിസ് സ്കെച്ച് ബുക്ക്. പെൻസിലും സ്കെച്ച് ബുക്കും ഒക്കെ ആയിട്ട് ലിറ്റിൽ ലക്ഷ്മൺ പോകുമായിരുന്നു. He wanted to observe people, their cloth. ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ക്ലോത്ത്, their manners, അവരെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു രീതികൾ, ഇതെല്ലാം മാനേഴ്സ് ആൻഡ് their ways.
ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നത്. ദ യങ് ആർട്ടിസ്റ്റ് ഓൾസോ വിസിറ്റഡ് അതർ ബിസി പ്ലേസസ് such as railway station, park, market. railway station, park, markets ഇങ്ങനെയുള്ള ബിസി പ്ലേസസ് അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നു. ഹി സ്കെച്ചഡ് ഹൗസസ്, ആനിമൽസ് ആൻഡ് അതർ എവറിഡേ സീൻസ്. അതായത് നിത്യേനയുള്ള എന്നും കാണുന്ന ഓരോ സീനുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സിൽ വരുത്തിയത്. ദെൻ next paragraph, Lakshman's elder brother was the celebrated novelist R.K. Narayan. വേറൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, R.K. നാരായൺ. ആരാണ് R.K. നാരായൺ? ലക്ഷ്മൺസ് എൽഡർ ബ്രദർ. ലക്ഷ്മണൻ്റെ എൽഡർ ബ്രദറാണ്. While a college student, Lakshman started to draw pictures for R.K. Narayan stories in the newspaper The Hindu. ഹിന്ദു ന്യൂസ്പേപ്പറിൽ അദ്ദേഹം എൽഡർ ബ്രദർ ആരായിരുന്നു? ഒരു നോവലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എഴുതുന്ന നോവലുകളിൽ വരച്ചു കൊടുക്കുമായിരുന്നു. ആര്? R.K. ലക്ഷ്മൺ. ദെൻ ഹി ലേറ്റർ ജോയിൻ ദ ന്യൂസ് പേപ്പർ ഗ്രൂപ്പ് ദ ടൈംസ് ഓഫ് ഇന്ത്യ. പിന്നീട് ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഗ്രൂപ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ദർ ദാറ്റ് ഹി കെയിം അപ്പ് വിത്ത് ദ ഐഡിയ ഫോർ ദ കാർട്ടൂൺ യു സെഡ് ഇറ്റ് എന്ന ഒരു കാർട്ടൂൺ ഐഡിയയുമായിട്ട് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ കാർട്ടൂണിൻ്റെ പേരാണ് യു സെഡ് ഇറ്റ്. ദാറ്റ് ഹാഡ് ദ കോമൺ മാൻ ആസ് ദ മെയിൻ ക്യാരക്ടർ. അതിലെ മെയിൻ ക്യാരക്ടറാണ് ആര്? ദ കോമൺ മാൻ. ദ സ്ട്രിപ്പ് വാസ് ഫണ്ണി ആൻഡ് സീരിയസ് അറ്റ് ദ സെയിം ടൈം ആൻഡ് ബിക്കെയിം വെരി പോപ്പുലർ. ഈ ഒരു കാർട്ടൂൺ വളരെ പോപ്പുലറായിരുന്നു, അതുപോലെ ഫണ്ണിയാണ്, അതുപോലെ സീരിയസ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആയിരുന്നു അത്. ലാസ്റ്റ് പാരഗ്രാഫ്, ലക്ഷ്മൺ ഹാസ് വൺ മെനി അവാർഡ്സ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. അതിൽ പെടുന്നതാണ് 2 അവാർഡ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ, അവാർഡഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. R.K. ലക്ഷ്മൺ പാസ്ഡ് അവേ മീൻസ് ഡൈഡ്. R.K. ലക്ഷ്മൺ മരിച്ചത് ഇൻ 2015. ഓക്കെ, ദാറ്റ്സ് ഓൾ. ടെക്സ്റ്റ് എല്ലാവരും ഒരു 3 times എങ്കിലും വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, മീനിങ്സ് ന്യൂ വേർഡ്സ് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.